ഹായ് ഓൾ, നമ്മൾ എല്ലാവരും കാത്തിരുന്നു പോളി ലെക്ചർ ഇലക്ട്രോണിക്സിന്റെ എക്സാം ഡേറ്റും സിലബസും പബ്ലിഷ് ആയിട്ടുണ്ട്. നമുക്ക് കൺഫർമേഷൻ ആക്റ്റീവ് ആണ്. ഇതുവരെ കൺഫർമേഷൻ കൊടുത്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആദ്യം നോക്കാം. കാറ്റഗറി നമ്പർ വരുന്നത് 720/2024 ആണ്. ദെൻ ഇതിന്റെ നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. ഡേറ്റ് ഓഫ് കൺഫർമേഷൻ, നമുക്ക് കൺഫർമേഷൻ 23/5/2025 മുതൽ 11/6/2025 വരെ കൊടുക്കാവുന്നതാണ്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നത് 12,055 ആണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 20,000 സംതിങ് ഉണ്ടായിരുന്നു നമ്പർ ഓഫ് ആപ്ലിക്കൻസ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വളരെ കുറവാണ്. അപ്പൊ കോമ്പറ്റീഷൻ ലെവലും താരതമ്യേന കുറവായിരിക്കാം. അപ്പം ഇപ്പൊ ആപ്ലിക്കൻസ് 12,055 ആണ്. അപ്പൊ കൺഫർമേഷൻ കൊടുക്കുന്നവരുടെ എണ്ണവും എക്സാം എഴുതുന്നവരുടെ എണ്ണവും ഇതിൽ നിന്ന് കുറവായിരിക്കും. അപ്പൊ ഇനി OMR എക്സാം ഡേറ്റ് വരുന്നത് 29 ഓഗസ്റ്റ് 2025 ആണ്. ഇനി നമുക്ക് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി നമ്പർ 19/2019. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 20,539 ആണ്. എക്സാം ഡേറ്റ് 5/1/2021 കട്ട് ഓഫ് മാർക്ക് 46.67 ആണ്. മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 129. മാക്സിമം മാർക്ക് വന്നത് 67.33 ആയിരുന്നു. മാക്സിമം മാർക്ക് ഫോർ ഇന്റർവ്യൂ 14 ആയിരുന്നു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 11/10/2022 ടോട്ടൽ 96 അഡ്വൈസ് ആണ് പോയത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 5/4/2025 റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റേറ്റസ് നോക്കാം. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്നത് 10/10/2025 ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനാലിസിസ് നടത്താം. സിലബസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് കമ്പയർ ചെയ്യുമ്പോൾ അതുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്രാവശ്യത്തെ സിലബസ് നമുക്ക് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഈസി ആണെന്ന് പറയാം. കാരണം അതർ ബ്രാഞ്ചസിന്റെ ബേസിക് സബ്ജക്ട്സ് ഒന്നും തന്നെ പഠിക്കാനില്ല. ബാക്കി എല്ലാ സബ്ജക്ട്സും സിമിലർ ആണ്. ബേസിക് ഇലക്ട്രോണിക്സ് മാത്രമേ അഡീഷണലി വന്നിട്ടുള്ളൂ. ബാക്കി ഉള്ള നമുക്ക് അതർ ബ്രാഞ്ചിലുള്ള വേറെ ഒരു ബേസിക് സബ്ജക്ട്സും നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കോഴ്സിൽ 6 മൊഡ്യൂൾ ആണ് വരുന്നത്. സിലബസിൽ 6 ഡിഫറെന്റ് മൊഡ്യൂൾസ് ആണ് വരുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അത് 12 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അപ്പൊ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ് വരുന്നുണ്ട്, LED ഉണ്ട്, CFL ലൈറ്റിംഗ് ഉണ്ട്, റെക്ടിഫയേഴ്സ് ഉണ്ട്, ദെൻ SMPS ഉണ്ട്, SMDS ഉണ്ട്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ട്, ഫ്രിക്വേഷൻ ഇൻ ഹാൻഡ്ലിംഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് വരുന്നുണ്ട്, ദെൻ സ്വിച്ചസ് വരുന്നുണ്ട്, മൈക്രോ കൺട്രോളേഴ്സിൽ തന്നെ സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8-bit മൈക്രോ കൺട്രോളറും അതിന്റെ ആപ്ലിക്കേഷൻസും ആണ് വരുന്നത്. മൊബൈൽ ടെക്നോളജിയിൽ CDMA, GSM, 2G and 3G ടെക്നോളജിയുടെ കമ്പാരിസൺ, ദെൻ ഇൻവെർട്ടർ ആൻഡ് UPS വരുന്നുണ്ട്, വേസ്റ്റ് വരുന്നുണ്ട്. മൊഡ്യൂൾ 2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സ് 20 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അതിൽ നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് വരുന്നുണ്ട്. അതിൽ തന്നെ PN ജംഗ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സെനർ ഡയോഡ്, ടണൽ ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ദെൻ കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻസ് വരുന്നുണ്ട്. പവർ ആംപ്ലിഫയേഴ്സ്, ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് AB, ക്ലാസ് D, ക്ലാസ് S, പുഷ് പുള്ള്, കോംപ്ലിമെന്ററി സിമെട്രി അനാലിസിസ് വരുന്നുണ്ട്. ദെൻ ട്രാൻസിസ്റ്റേഴ്സിന്റെ ബയാസിംഗ് മെത്തേഡ്സ്, ആംപ്ലിഫയേഴ്സ് വരുന്നുണ്ട്, ഓസിലേറ്റേഴ്സ് വരുന്നുണ്ട്, ഫെറ്റിന്റെയും BJTയുടെയും കമ്പാരിസൺ, ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സിൽ തന്നെ കോൾപിറ്റ് ഓസിലേറ്റർ വരുന്നുണ്ട്, ക്രിസ്റ്റൽ ഓസിലേറ്റർ വരുന്നുണ്ട്, ഹാർട്ട്ലി ഓസിലേറ്റർ വരുന്നുണ്ട്, then വെയിൻ ബ്രിഡ്ജ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റേഴ്സ്, then മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഷ്മിറ്റ് ട്രിഗർ, then ഇത്രയാണ് മൊഡ്യൂൾ 2 മെയിൻ ആയിട്ട് വരുന്നത്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് 20 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. ഇനി അടുത്തത് മൂന്നാമത്തെ മൊഡ്യൂൾ നോക്കാം. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് LIC, ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ്. മൊഡ്യൂൾ 20 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അതിൽ നമുക്ക് എന്തൊക്കെയാണ് പോർഷൻസ് എന്ന് നോക്കാം. ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ഉണ്ട്, അതിന്റെ അനാലിസിസ്, CMRR, ഒപാംസ് വരുന്നുണ്ട്, ദെൻ അതിന്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ്, സ്ലൂ റേറ്റ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ്സെറ്റ്, വെർച്വൽ ഗ്രൗണ്ട്, ദെൻ 741 ഓപ്പാം വരുന്നുണ്ട്,
Inverted and non-inverting amplifiers, summing amplifier, subtractor, instrumentation amplifier, precision rectifier analysis. ഇത്രയാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ്. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് വരുന്നത്. ദെൻ നോൺ ലീനിയർ ഓപ്പാം സർക്യൂട്ട്സ് ഉണ്ട്, ലോഗ് ആന്റി ലോഗ് ആംപ്ലിഫയേഴ്സ്, ഷ്മിറ്റ് ട്രിഗേഴ്സ്, കമ്പറേറ്റേഴ്സ്, അസ്റ്റേബിൾ ആൻഡ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ഫിൽറ്റേഴ്സിൽ തന്നെ ലോ പാസ് ഫിൽറ്റർ ഉണ്ട്, ഹൈ പാസ് ഫിൽറ്റർ ഉണ്ട്, ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ, യൂണിവേഴ്സൽ ഫിൽറ്റേഴ്സ്, ബട്ടർവർത്ത് ആൻഡ് ചെബിഷേവ് ഫിൽറ്റേഴ്സ്. ദെൻ സെക്കൻഡ് ഓർഡർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ റിയലൈസേഷൻ വരുന്നുണ്ട്. ട്രയാങ്കുലർ വേവ് ജനറേറ്റർ, സോ ടൂത്ത് ജനറേറ്റർ, ഓസിലേറ്റർ, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, ദെൻ ട്രിപ്പിൾ ഫൈവ് ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. PLL ഉണ്ട്, ഫേസ് ഡിറ്റക്ടേഴ്സ്, ദെൻ പ്രിൻസിപ്പിൾ, അതിന്റെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, ക്യാപ്ചർ ആൻഡ് ലോക്ക് റേഞ്ച്, അതിന്റെ ആപ്ലിക്കേഷൻ ആൻഡ് അനാലിസിസ് ആണ് വരുന്നത്. ദെൻ ഇന്റഗ്രേറ്റർ ആൻഡ് ഡിഫറൻഷിയേറ്റഡ് യൂസിംഗ് പാസീവ് ഡിവൈസസ്, ഓപ്പാമിന്റെ ഡിസൈൻ ആൻഡ് അനാലിസിസ്, മില്ലർ ആൻഡ് ബൂട്ട്സ്ട്രാപ്പ് സ്വീപ്പ്, വി ടു ഐ ആൻഡ് ഐ ടു വി കൺവേർട്ടർ ആൻഡ് ഇറ്റ്സ് അനാലിസിസ് വരുന്നുണ്ട്. പിന്നെ നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. അപ്പൊ ആ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് 20 മാർക്കിന്റെ മൊഡ്യൂളാണ്. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള നമ്പർ സിസ്റ്റം വരുന്നുണ്ട്. നമ്പർ സിസ്റ്റം അതായത് ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ഡെസിമൽ കൺവേർട്ടേഴ്സ്, ബൈനറി കോഡ്, ന്യൂമറിക് ആൻഡ് ആൽഫ ന്യൂമറിക് കോഡ് വരുന്നുണ്ട്. ദെൻ ഇറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻസ് വരുന്നുണ്ട്. ബൂലിയൻ ഓൾജിബ്ര ആൻഡ് തിയറംസ് വരുന്നുണ്ട്. ദെൻ കെ മാപ്പ് വരുന്നുണ്ട്. ആഡേഴ്സ് ആൻഡ് സബ്ട്രാക്ടേഴ്സ് വരുന്നുണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ദെൻ നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ദെൻ ഇ പ്രോം, ഡി പ്രോം, memory organization, logic families, CMOS inverter, ADC and DAC. Then microprocessor ഭാഗത്തിൽ നിന്ന് നമുക്കുള്ളത് 8086 ആർക്കിടെക്ചർ ഉണ്ട്. അതിന്റെ അഡ്രസ്സിംഗ് മോഡ്സ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്സ്, പ്രോഗ്രാംസ്, ഇന്ററപ്റ്റ്സ്, മാക്സിമം ആൻഡ് മിനിമം മോഡ്സ്, ഇന്റർഫേസിംഗ് ചിപ്സ് ഒക്കെയാണ് വരുന്നത്. ദെൻ ബേസിക് ഓഫ് 80286 ആൻഡ് 80386, 8051 മൈക്രോ കൺട്രോളർ, അതിന്റെ ആർക്കിടെക്ചർ, ഇന്ററപ്റ്റ്സ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, പ്രോഗ്രാംസും വരുന്നുണ്ട്. ദെൻ അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഭാഗത്ത് നിന്ന് 18 മാർക്കാണ് വരുന്നത്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് സിഗ്നൽസ് ഉണ്ട്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, LTE സിസ്റ്റംസ്, നോയിസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോയിസ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്, വേവ് പ്രൊപ്പഗേഷൻ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ദെൻ അതിൽ തന്നെ പിന്നെ ഡബിൾ സൈഡ് ബാൻഡ്, സിംഗിൾ സൈഡ് ബാൻഡ്, STTL സൈഡ് ബാൻഡ് മോഡുലേഷൻ വരുന്നുണ്ട്. AM ട്രാൻസ്മിറ്റേഴ്സിനെ പറ്റിയുണ്ട്. DSP, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ട്, അതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. FFT ഉണ്ട്, അതിന്റെ അൽഗോരിതം ഫോർ എ കോമ്പോസിറ്റ് നമ്പേഴ്സ്. ദെൻ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ, ആന്റിനാസ് തന്നെ നമുക്ക് മൈക്രോവേവ് ആന്റിന, റോംബിക് ആന്റിന, പാരബോളിക്, യാഗിയുഡ, ഹോൺ, ഹെലിക്കൽ ആന്റിനാസ് വരുന്നുണ്ട്. ദെൻ ടെലിവിഷൻ ട്രാൻസ്മിഷനിൽ നമുക്ക് വരുന്നത് ഇന്റർലേസ്ഡ് സ്കാനിങ്, കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽസ്, ഓഡിയോ മോഡുലേഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് പിക്ചർ ട്യൂബ്സ് വരുന്നുണ്ട്. ദെൻ ടെലിവിഷൻ ക്യാമറയിൽ ഡിഫറെന്റ് ടൈപ്സ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്ന ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സും സാമ്പിളിംഗ് തിയറം, മോഡുലേഷൻ, പൾസ് കോഡ് മോഡുലേഷൻ, PAM, PPM, PWM, അതിന്റെ ജനറേഷൻ ആൻഡ് ഡിമോഡുലേഷൻസ് വരുന്നുണ്ട്. പിന്നെ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്, PSK, MSK, QPSK, BPSK ഒക്കെ വരുന്നുണ്ട്. അതിന്റെ ജനറേഷൻ ആൻഡ് ഡിമോഡുലേഷൻ, മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്സ് വരുന്നുണ്ട്. മൈക്രോവേവ് ഡിവൈസസ് ഉണ്ട്. മൈക്രോവേവ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ ക്ലൈസ്ട്രോൺ, മാഗ്നട്രോൺ, TWT, SWR. പിന്നെ റഡാർ വരുന്നുണ്ട്. റഡാറിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ്, അതിന്റെ ബേസിക് ഓപ്പറേഷൻസ്, റേഞ്ച് ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അതൊക്കെ പോർഷൻസ് വരുന്നുണ്ട്. ദെൻ GPS-ന്റെ ബേസിക് കൺസെപ്റ്റ്സ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇനി ആറാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് വെറും 10 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ്. അതിൽ പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, PLC ആൻഡ് മെഷറിംഗ് എക്യുപ്മെന്റ്സ് ആണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് തൈറസ്റ്റേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. നമുക്കുള്ളത് SCR ഉണ്ട്, UJT ഉണ്ട്, ട്രയാക്ക്, ഡയാക്ക്, SCS, IGBT വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ട്രിഗറിംഗ് ആൻഡ് കമ്മ്യൂട്ടേഷൻ സ്കീംസ് ഉണ്ട്. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺവേർട്ടേഴ്സ് വരുന്നുണ്ട്, ഇൻവേർട്ടേഴ്സ് വരുന്നുണ്ട്, സൈക്ലോ കൺവേർട്ടേഴ്സ് വരുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ്, ഇലക്ട്രോണിക് വെൽഡിംഗ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് അൾട്രാസോണിക്, SMPS, സെർവോ കൺട്രോൾഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ, 3-pin IC റെഗുലേറ്റേഴ്സ് വരുന്നുണ്ട്. Then basics of PLC, characteristics of LDR, photodiode, photo transmitters, photovoltaic cell, photo detector, LED, optocoupler. Then constructions of CRTs, DSO and spectrum analyzer, working principles of LED, LCD, plasma display, logic probes and logic analyzer. ഇത്രയാണ് നമ്മുടെ പോളിലെക്ചർ ഇലക്ട്രോണിക്സിന്റെ ഇൻ ഡെപ്ത് സിലബസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വരുന്നതെന്ന് പറയുന്നത്
നമുക്ക് എക്സാം ഡേറ്റ് 29 ഓഗസ്റ്റ് 2025 അപ്പൊ ഏകദേശം നമ്മുടെ മുന്നിൽ ഒരു 90 ദിവസത്തോളം ഉണ്ട്. അപ്പൊ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും പഠിക്കാനുള്ള ഇനഫ് ടൈം ഉണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി ടെക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോളിലെക്ചർ ഇലക്ട്രോണിക്സിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്. കംപ്ലീറ്റ് സിലബസിന്റെ ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻ, ദെൻ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിലുള്ള നോട്ട്സ് അവൈലബിൾ ആണ്. കംപ്ലീറ്റ് സിലബസിന്റെ ടോപ്പിക് വൈസ് MCQ ടെസ്റ്റ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആൻഡ് ഫുൾ ലെങ്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ. കോഴ്സിന്റെ വാലിഡിറ്റി അപ് ടു എക്സാം വരെ വരുന്നുണ്ട്. ഇന്റർവ്യൂ ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിന്റെ ഫർദർ ഡീറ്റെയിൽസും നമ്മുടെ ടെക് PSCയുടെ ഫർദർ ഡീറ്റെയിൽസും പിന്നെ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട പല നിങ്ങൾക്ക് ഡൗട്ടുകളും ആശങ്കകളും ഒക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെക് PSC ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വെബിനാറിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.